ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ എന്നൊരു കുട്ടി കണ്ടപ്പോൾ പറയുമായിരുന്നു, ഷാമ്പു ഇട്ടാൽ മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നു, പറന്നിരിക്കുന്നു, എണ്ണമയം പോകുന്നു. ഇത് ഒരു കുട്ടിയല്ല കേട്ടോ, പലവരും ഇപ്പോൾ പാർലറിൽ വന്നും പറയാറുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്. ഷാമ്പുവേ ഇടുന്നില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകുന്ന ഒത്തിരി പേരറിയാം. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ മുടിയുടെ എണ്ണമയം പോകും, മുടി പറന്നിരിക്കും എന്നൊക്കെ കംപ്ലൈൻ്റ് ഉള്ളവരെ ഒത്തിരി പേരെ എനിക്കറിയാം. ആ ഒത്തിരി പേർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ഈ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഷാമ്പൂൻ്റെ കൂട്ടത്തിലേ നമുക്ക് ഈ 2-3 ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ, മുടി നിങ്ങൾ പറഞ്ഞു വിട്ട് പറന്നിരിക്കേയില്ല, മുടിയുടെ എണ്ണമയം പോകേയില്ല. മാത്രമല്ല ഇതിൻ്റെ ഒത്തിരി ഗുണങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണോ ഗുണങ്ങൾ? മുടി നല്ല ഷൈനിങ് ആവും കേട്ടോ. പിന്നെ മുടിയുടെ മുടി കൊഴിച്ചിലുണ്ടല്ലോ, മുടി കൊഴിച്ചിൽ കുറയും. കൂടാതെ ഈ സ്കാൾപ്പിലുണ്ടാവുന്ന ഇച്ചിങ്, താരൻ, അങ്ങനെ തലയോട്ടിലുണ്ടാവുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് കുറഞ്ഞിരിക്കും. പിന്നെ എല്ലാത്തിലുപരി മുടി വളരും. അതിനുള്ളൊരു ട്രിക്കും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നോ ആ ട്രിക്ക്, നമുക്ക് ഈ ഷാമ്പൂവിൽ നമുക്ക് ഒഴിക്കാൻ വേണ്ടി 3 ഐറ്റംസ് ചേർത്ത ഒരു ഷാമ്പൂ എന്ന് പറയാമല്ലേ ഉണ്ടാക്കാം. അതിന് എന്തൊക്കെയാണോ വേണ്ടത്? അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് 1 സ്പൂൺ കോഫിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നിങ്ങളുടെ കയ്യിൽ കാപ്പിക്കുരു ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാ. നമുക്കത് ഒറിജിനലാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി നിങ്ങൾക്ക് വാങ്ങി പൊടിച്ച് വെക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് മുഖത്തിടാനും പിന്നെ ഹെന്നയിലിടാനും ഹെയറിലിടാനും എല്ലാത്തിലും ബെസ്റ്റാണ് കാപ്പി. അപ്പം നിങ്ങൾ ഇച്ചിരി കാപ്പിക്കുരു വാങ്ങി നമ്മുടെ മിക്സിയിൽ പൊടിച്ച് വെച്ചാലും വേണ്ടില്ല. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നെസ്കോഫയോ ബ്രൂ കോഫയോ സാധാരണയുള്ള കോഫയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റൈസാണ്. അതിപ്പോൾ മെയിൻ പച്ചരിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന അരി ആയാലും കൊള്ളാം, നമ്മൾ പുട്ടിന് പൊടിപ്പിക്കുന്ന പച്ചരി ആയാലും കൊള്ളാം, ഏത് പച്ചരി ആയാലും അത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ക്ലോവാണ്. ക്ലോവ് എന്ന് പറഞ്ഞാൽ കറിയാമ്പൂ. അപ്പോൾ കറിയാമ്പൂ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേർക്ക് സംശയം, എന്താ കറിയാമ്പൂ എന്നല്ല എല്ലാവരും പറയുന്നത്, ഗ്രാമ്പൂ. ഞാൻ കാണിക്കാം കേട്ടോ ഗ്രാമ്പൂ എടുത്ത്. അപ്പോൾ അതാണ് ഗ്രാമ്പൂ ആണ്. ഇനി എൻ്റെ അടുത്ത് കറിയാമ്പൂ എന്താണെന്ന് ചോദിക്കരുത്, ഗ്രാമ്പൂ അതാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ ഇത്രയും 3 ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു അതേതായാലും വേണ്ടില്ല. നിങ്ങളിപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു നിങ്ങളുടെ വീട്ടിലുള്ളത് നിങ്ങൾക്ക് മതി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ആദ്യം നമുക്ക് വേണ്ടത് 1 സ്പൂൺ കോഫിപ്പൊടിയാണ്. പിന്നെ 1 സ്പൂൺ അരി, അതിലേക്ക് 1 സ്പൂൺ കറിയാമ്പൂ. ഇത് 3ഉം കൂടെ ഇട്ട് നമുക്കൊരു അവിടെ വെച്ചേക്കണേ. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് ഒരു ജാറിലാക്കി വെച്ചേക്കണം. എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തോളൂ. 1 കപ്പ് വെള്ളം എടുത്തല്ലോ, അത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചിരിക്കുന്ന ജാറിലേക്ക് ഈ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഒരു 40 മിനിറ്റ് അത് അടച്ചവിടെ ഇരിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഓക്കെ, നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നും വീഴല്ലേ. ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് തോർത്ത് വെച്ചോ ഒക്കെ അരിച്ചെടുക്കാം. നന്നായിട്ട് ക്ലിയറായിട്ട് വെള്ളം കിട്ടത്തക്കവണ്ണം അരിച്ചെടുക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ അരിച്ചെടുത്ത ഈ വെള്ളം നമ്മൾ എടുത്തു വെച്ചേക്കണം. പിന്നെ നമ്മൾ കുളിക്കുന്ന ഷാമ്പൂ ഉണ്ടല്ലോ, നമ്മൾ കുളിക്കുന്ന ഷാമ്പൂ ഒരു ഭാഗം എടുക്കുക, 2 ഭാഗം ഈ വെള്ളം കേട്ടോ. അപ്പം ഇപ്പം നിങ്ങളുടെ എന്തളവ് നിങ്ങൾ എടുക്കണമെങ്കിൽ അപ്പം നിങ്ങളൊരു കപ്പ് വേണ്ടല്ലോ നമുക്ക് ഷാമ്പു. ഇപ്പം എങ്ങനെയാണ് അപ്പം ഇതാണ് എളുപ്പം പറയാൻ. 1 ഭാഗം ഈ ഷാമ്പു, 2 ഭാഗം ഈ വെള്ളവും, അതായിരിക്കും എളുപ്പം. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചേക്കണം. ഇനിയിപ്പോൾ അധികം നിങ്ങളുണ്ടാക്കി അധികം നിങ്ങൾ എടുത്തു വെച്ചോളൂ, അത് കേടൊന്നും ആവില്ല, നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുലുക്കി എല്ലാ ദിവസവും ഒന്നും ഇടണ്ട കേട്ടോ. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഷാമ്പു ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ പറയണോ? 1 സ്പൂൺ കാപ്പിപ്പൊടി, 1 സ്പൂൺ ഗ്രാമ്പൂ, 1 സ്പൂൺ പച്ചരി, നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ
ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ആ വെള്ളം എടുക്കുക. തണുത്തിട്ട് കേട്ടോ, തണുത്ത വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു ഭാഗം ഷാമ്പും 2 ഭാഗം ഈ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ ഒന്നിടവിട്ട ദിവസം മുടി ഷാമ്പു ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മുടിക്ക് നല്ല തിളക്കം കിട്ടും, ആരോഗ്യം കിട്ടും, മുടി വളരും, താരം പോകും. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഈ പറഞ്ഞ ഈ 3 ഐറ്റംസ്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ പിന്നെ ആ ഒരു എന്താ പറയണ പ്രശ്നം തീരും. മുടി പറന്നു പോകുന്നു, എണ്ണമയം പോകുന്നു എന്നുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഞാനീ പറഞ്ഞത്. ഇനി നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തത് കോഫിയല്ലേ. കോഫി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്കറിയാമല്ലോ നല്ല ഒന്നാന്തര എക്സ്ഫോലിയേഷനാണ്. എക്സ്ഫോലിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലുള്ള അഴുക്ക് പോകുന്നതിനും അതുപോലെ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാവിധ വിയർപ്പും അഴുക്കും എല്ലാം പോയി സ്കാൾപ്പ് നല്ല ക്ലീനാവും. സ്കാൾപ്പ് ക്ലീനാവും, നല്ല സൂത്തിങ് ആണ്. ഈ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂത്തിങ് എഫക്റ്റാണ്. പിന്നെ നമ്മുടെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ മുടി കൊഴിച്ചൽ മാറുന്നതിനും എല്ലാത്തിനും ഈ കോഫി പൗഡർ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ കോഫി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്കാൾപ്പ് വൃത്തിയായി തന്നെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താരൻ അതുപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ സ്കാൾപ്പിൽ ചിലവർക്ക് വരുമല്ലോ. പിന്നെ ചൊറിച്ചിൽ വരും, വിയർക്കുമ്പോൾ ചൊറിയുക, ഇതൊക്കെ നമ്മുടെ രോമകൂപങ്ങളിൽ അതായത് ഫോളിക്കിൾസിൽ അഴുക്ക് നിറഞ്ഞിരിക്കുമ്പോഴാണ്. പൊടി അഴുക്കൊക്കെ വൃത്തിയില്ലാണ്ട് ചുരുക്കം പറഞ്ഞ. അപ്പോൾ ആ നല്ല വൃത്തിയാവുന്നതിന് നമുക്ക് ഈ കോഫി ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും എല്ലാത്തിലും കോഫി നല്ലതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അരിയാണ്, റൈസ് അല്ലേ. റൈസ് എല്ലാവരും പല വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമിനോ ആസിഡ്സ് ധാരാളം ഉണ്ട്, വൈറ്റമിൻ B ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ ഓരോ ഇഴയിലും ഇലാസ്റ്റിസിറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ടും ആരോഗ്യം പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് എപ്പോഴും ഈ റൈസ് വാട്ടർ നല്ലതാണ് കേട്ടോ. പണ്ട് പോലെ ആൾക്കാർ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് തല കഴുകിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അത് നമുക്ക് തുടരാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി അപ്പോൾ ഈ മുടിയുടെ എലാസ്റ്റിസിറ്റി കൂടുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ഗുണം മുടി പൊട്ടിപ്പോകില്ല അല്ലേ. മുടി പൊട്ടിപ്പോകില്ല. അതുപോലെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടും, നല്ല ഷൈനിങ് കിട്ടും, മുടി വളരും. ഇതെല്ലാം നമുക്ക് ഈ വെള്ളം റൈസ് വാട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ്. ഗ്രാമ്പു ആൻറ്റി ഇൻഫ്ലമേഷനാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൾപ്പിലെ നീർവീക്കങ്ങളും അതുപോലെ മുടിവേരിഴകളിലുണ്ടാവുന്ന ഡാമേജും എല്ലാം മാറി നമ്മുടെ സ്കാൾപ്പ് നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നതിനും താരൻ പോലുള്ള ശല്യങ്ങളൊക്കെ തീരുന്നതിനും എല്ലാത്തിനും ഗ്രാമ്പൂ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂ ഇടുന്നതുകൊണ്ട് കുഴപ്പം, ഷാമ്പൂ സ്ഥിരം ഉപയോഗിക്കുന്നവർക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യണം. നിങ്ങളുടെ മുടി നല്ല ഭംഗിയായിട്ട് വളരട്ടെ, തിളങ്ങട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഓക്കെ, എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.